ഈ മുട്ട ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇന്നത്തെ വീഡിയോ. ഒരു വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലെങ്കിൽ മുട്ട എന്ന് പറയുന്നത്. കറിക്കാണെങ്കിലും കഴിക്കാനാണെങ്കിലും നമ്മൾ എല്ലാത്തിനും ഇത് യൂസ് ചെയ്യും. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഫ്രിഡ്ജിന്റെ ആ സൈഡിലുള്ള കള്ളിയിൽ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സ്പേസ് ആണ്. സോ അങ്ങനെ ഇരിക്കും നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഈ സാധനം ഇത് മുട്ടയൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് വെക്കാൻ നമുക്ക് കുറേ സ്ഥലം ഒന്നും വേണ്ട, കുറച്ച് സ്ഥലം മതി ഫ്രിഡ്ജ്. ഇവിടെ മുട്ട മേടിക്കുമ്പോൾ കുറേ മേടിക്കും, എല്ലാവരും കഴിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാനൊരു മുട്ടക്കുട്ടിയാണല്ലോ. എന്നെ പോലത്തെ ആൾക്കാർക്ക്, പിന്നെ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ്. ഇതിങ്ങനെ പോകുന്ന കാണുമ്പോൾ നെഞ്ഞിന് ഒരു അടിക്കാണ്ട് അല്ലാതെ ഇത് പൊട്ടിപ്പോകുന്നു. പക്ഷേ ഇല്ല, മുട്ടയൊന്നും പൊട്ടുന്നില്ല. നല്ല വൃത്തിക്ക് അത് അവിടെ വൃത്തിക്ക് നിൽക്കുന്നതും പോരാ, എനിക്ക് നല്ല ഭംഗിയാട്ടോ ഫ്രിഡ്ജിൽ ഇത് വെച്ച് കാണാൻ തന്നെ. മുട്ടയൊക്കെ നല്ലോണം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കാണാൻ. ഇത് നമുക്ക് ഇനി ഇവിടുന്ന് എടുക്കാൻ പറ്റും. എടുക്കാൻ നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉന്തി വരും. അഥവാ വന്നിട്ടില്ല ഒന്ന് ജസ്റ്റ് കുലുക്കി കൊടുത്താൽ മിസ്റ്റേക്ക് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ആകെ ഒന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. 2 ചെയ്യണമായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് മുട്ടയുണ്ട്. ഇത്ര മുട്ട നമുക്ക് ഒരു ഒറ്റയടിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാം. അതുകൊണ്ട് നല്ല സ്പേസ് നമുക്ക് ലാഭിക്കാം. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നും കൂടി ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവാണ്, കാരണം ഇത് ചെറിയ പൈസ. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കും. ഇതിന്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ഫോളോ ചെയ്ത് ലിങ്ക് കമന്റ് ചെയ്താൽ മതി. ഇനി യൂട്യൂബിലാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. പർച്ചേസ് ചെയ്തവർ ഫീഡ്ബാക്ക് അറിയിക്കാം. ടാറ്റാ.